ലഹരിവിരുദ്ധ ദിനത്തിൽ സുംബ ഡാൻസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കൊല്ലം പട്ടത്താനം വിമലഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. രാജ്യാന്തര ലഹരി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പട്ടത്താനം വിമലഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂംബയും ഫ്ലാഷ് മോബും സ്കിറ്റും സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം പ്രഥമാധ്യാപിക സിസ്റ്റർ ഫ്രാൻസിനി മേരി നിർവഹിച്ചു. ലഹരി വിരുദ്ധ ദിനം വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. കാരണം ജീവിതത്തെ അപകടത്തിലാക്കുന്ന ലഹരി വസ്തുക്കൾ മാറ്റിവെച്ച് ജീവിതം തന്നെ ഒരു ലഹരിയാക്കണം എന്നുള്ള വലിയൊരു സന്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിയണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദിവസം ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ ആഘോഷിക്കുന്നത്. സോഷ്യൽ സയൻസ് കൺവീനർ മേരി ഹെലൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി പ്രഥമാധ്യാപിക ആനി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥിനി ദേവനന്ദ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യമേറിയ വിഷയം തന്നെയാണ് ലഹരി എന്നത്. ലഹരിയുടെ ഉള്ള അടിമത്തം കൂടി നിൽക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയാണ് 1989 മുതൽ ജൂൺ 26 നാം ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. സത്യത്തിൽ എന്താണ് ലഹരി? വായന ലഹരിയാണ്, പാട്ട് പാടുന്നത് ലഹരിയാണ്, പാട്ട് കേൾക്കുന്നത് ലഹരിയാണ്. പക്ഷേ മദ്യം, MDMA എന്നിങ്ങനെ ഒട്ടേറെ ലഹരി വസ്തുക്കളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്ക് ഒരു മനുഷ്യനെ, അവൻ്റെ ബുദ്ധിയെ, അവൻ്റെ ശക്തിയെ, എന്തിനേറെ അവനെ തന്നെ, അവൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിനെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് നാം മനസ്സിലാക്കുക. സെന്റ് ജോസഫ് ജോർജ് സൂംബ ഫിറ്റ്നസ് ഡെമോൺസ്ട്രേഷന് നേതൃത്വം നൽകി. ബിജു പി തോമസ്, ഷിജിൻ, ഷെറിൻ റൊസാരിയോ, സിസ്റ്റർ ജിൽജിയ എന്നിവർ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബിഷപ്പ് ജെറോം നഗർ, RK വെഡ്ഡിംഗ് മാൾ, വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം LPS, ബാലികാമറിയം LPS എന്നിവിടങ്ങളിലും ഫ്ലാഷ് മോബും സുംബയും സ്കിറ്റും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.